വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന് മുമ്പുള്ള രണ്ട് ക്ലാസ്സുകൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇന്നത്തെ ക്ലാസ് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, അവിടെ പോയിട്ട് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം വരിക ഈ ഒരു ക്ലാസ് കാണാനായിട്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ, നമ്മുടെ പുതിയൊരു ബാച്ച്, നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ പുതിയ ഓൺലൈൻ ബാച്ചിൻ്റെ ക്ലാസ് ഈ വരുന്ന ബുധനാഴ്ച ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ബുധനാഴ്ചയാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗൂഗിൾ മീറ്റ് വഴിയുള്ള ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, അപ്പോൾ സമയം കളയുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കട്ടെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറഞ്ഞാൽ നിർത്തിയത്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഫ്രഞ്ച് റവല്യൂഷനെ പറ്റിയാണെന്നും ലൂയി 14, 15, 16 എന്ന രാജാക്കന്മാരുടെ പ്രശ്നങ്ങളുണ്ടായെന്നും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് അല്ലെ നാട്ടുകാർ, സഹികെട്ട നാട്ടുകാർ അവസാനം എന്ത് ചെയ്യാണ്, പ്രക്ഷോഭത്തിലോട്ട് കടക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവർ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പറയുന്ന ഫ്യൂഡലിസത്തിൻ്റെ പ്രധാനപ്പെട്ട സിമ്പിളായിട്ടുള്ള ബാസ്റ്റൽ കോട്ട എന്ത് ചെയ്യുവാണ്, അവർ തകർക്കുകയാണ്. അതിലൂടെ ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തി അല്ലേ. അങ്ങനെ ലൂയി 16 ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൽ ഈ പറഞ്ഞ ആൾക്കാരുടെ സമരത്തിനൊക്കെ പേടിച്ച് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡറിൽ പോകുമ്പോൾ ഇവിടെ വുമൺ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നൊരു ഭാഗമാണ് തന്നേക്കുന്നത്. അപ്പോൾ ഞാനെങ്കിൽ ഈ വുമൺ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ പറഞ്ഞിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനിലോട്ട് പോകും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കയറി വന്ന ഒരു എന്താണ് ഇടഞ്ചിറപ്പായിട്ട് വന്നൊരു സംഭവമാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഈ പറഞ്ഞ സംഭവങ്ങൾ എന്തായിരുന്നു, ഫ്രാൻസിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കടുത്ത് നിൽക്കുന്ന സമയമായിരുന്നു അല്ലേ. അങ്ങനെ ഈ പറയുന്ന ബുദ്ധിമുട്ട് കടുത്ത് നിൽക്കുന്ന സമയമായപ്പോഴത്തേക്ക് എന്ത് പറ്റി, ഈ പറഞ്ഞ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജാവിന് എന്ത് ചെയ്തു, എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കേണ്ട ആവശ്യം വന്നു. 175 വർഷങ്ങൾക്ക് ശേഷം അത് വിളിച്ചു ചേർത്തപ്പോൾ അതിൽ ഈ പറയുന്ന തേർഡ് എസ്റ്റേറ്റുകാരുടെ പ്രാതിനിധ്യം കുറവായിരുന്നു. അവർക്ക് വോട്ട്, സത്യം പറഞ്ഞാൽ ഒരു വോട്ടിനൊരു വിലയില്ലാത്തൊരു അവസ്ഥയാണ് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്കെതിരെ ആൾക്കാർ പ്രക്ഷോഭത്തിലാവുകയും അവർ അസംബ്ലി കൂടാൻ ശ്രമിച്ചപ്പോൾ എന്ത് പറ്റി, അവർ ഈ പറയുന്ന അവരുടെ അസംബ്ലി ഹാൾ പൂട്ടിയിടുകയും ചെയ്തു. രണ്ട് കാര്യങ്ങൾ നിങ്ങളിവിടെ കഴിഞ്ഞ ക്ലാസ്സിന് ഇപ്പോൾ മറന്നുപോയെങ്കിൽ ഓർത്ത് വയ്ക്കുക. ഒന്ന്, തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സാധാരണക്കാർ എന്ത് ചെയ്തു, അവർ ഫ്രഞ്ചിലെ നാഷണൽ അസംബ്ലി ആണെന്ന് പ്രഖ്യാപിച്ചു. ഒന്നാമത്തെ കാര്യം 17 ജൂൺ 1789. ഓക്കെ, അടുത്ത് ഇവർ ഈ പറയുന്ന ജൂൺ 20 ആയപ്പോഴത്തേക്കും മീറ്റിംഗ് കൂടാൻ വന്നു. എസ്റ്റേറ്റ് പൂട്ടിയിട്ടിരുന്ന കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന അസംബ്ലി ഹാൾ പൂട്ടിയിട്ട കാരണം അവർ ടെന്നീസ് കോർട്ടിൽ പോയിട്ട് പ്രതിജ്ഞ എടുക്കുന്നു, ഫ്രാൻസിന് പുതിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് വരെ അവരെന്ത് ചെയ്യത്തില്ല, പിരിഞ്ഞു പോകത്തില്ല എന്ന് പറഞ്ഞു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറഞ്ഞത്. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, നെക്കർ എന്ന് പറയുന്ന ഉപദേഷ്ടാവിനെ ഈ പറയുന്ന രാജാവ് പുറത്താക്കി. അതുകൊണ്ട് ആൾക്കാർക്ക് എന്ത് മനസ്സിലായി, പണി വരുന്നുണ്ട് എന്ന് മനസ്സിലായി. അവർ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ്. ജൂലൈ 14, 1789 എന്ത് ചെയ്യുന്നു, അവർ ബാസ്റ്റൽ കോട്ട പിടിച്ചെടുക്കുന്നു. അതിനോടനുബന്ധിച്ച് രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അതിൽ പേടിച്ചാണ് ലൂയി 16 എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ റിഫോംസിലൊക്കെ ഒപ്പുവയ്ക്കുന്നത്. സ്ലേവറി അബോളിഷ് ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന നൊബിലിറ്റി, അതായത് എന്താണ് ഈ ലോഡ്സ് ഉണ്ടല്ലോ, അവരുടെ ഈ പറയുന്ന സ്പെഷ്യൽ പവറുകൾ ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ പള്ളിക്ക് കൊടുക്കേണ്ട സ്പെഷ്യൽ ടാക്സ് നിർത്തലാക്കുന്നു. അതുപോലെ എന്താണ് അഡീഷണൽ ടാക്സുകളും അവർ നിർത്തലാക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ബാക്കി പറയേണ്ടത്. തൽക്കാലം വുമൺസിൻ്റെ കാര്യം കൂടെ പറയാം. ഇങ്ങനെ ഈ പറയുന്ന നമ്മുടെ നാഷണൽ അസംബ്ലി നിങ്ങൾ മനസ്സിലാക്കണം. നാഷണൽ അസംബ്ലി അതായത് മിഡിൽ ക്ലാസ്സുകാർ അല്ലെങ്കിൽ ബൂർഷോകളുടെ സഹായത്തോടു കൂടി അവരുടെ ഇമ്പോർട്ടൻസ് അവരെ മുൻനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുവാണ്, ഈ സാധാരണക്കാരെല്ലാവരും ചേർന്നിട്ട് നാഷണൽ അസംബ്ലി രൂപീകരിച്ചു. അതൊക്കെ നിങ്ങൾക്കറിയാം. ഈ നാഷണൽ അസംബ്ലിയുടെ കയ്യിലോട്ട് അധികാരം വരാൻ പോകുന്നു അല്ലേ. രാജാവിൻ്റെ അധികാരം കുറയുന്നു, നാഷണൽ അസംബ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. അവരങ്ങനെ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, നോക്കിയേ, എന്താ പ്രഖ്യാപനം നടത്തുകയാണ്, ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുകയാണ്. അപ്പോൾ ഇതിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. അതായത് ബാസ്റ്റൽ കോട്ട പിടിച്ചടക്കി കഴിയുന്ന ആ ഒരു പ്രക്ഷോഭ സമയത്ത് നമുക്കറിയാം ആഹാരത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ എന്താണ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള സ്ത്രീകളെല്ലാവരും കൂടെ എങ്ങോട്ട് പോകുന്നു, വെഴ്സായിലി കൊട്ടാരത്തിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ലൂയി 16 രാജാവിൻ്റെ വീടാണെന്ത്, വെഴ്സായിലീസ് കൊട്ടാരം അല്ലെങ്കിൽ വെഴ്സായിലീസ് പാലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെഴ്സായിലീസ് പാലസ് എന്ത് ചെയ്യുന്നു, പാരീസിലാണ്. അവിടേക്ക് എന്ത് ചെയ്യുന്നു, ആൾക്കാർ മാർച്ച് ചെയ്യുന്നു. കയ്യിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് ഇവരെന്ത് ചെയ്യുന്നു, ഈ കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്യുന്നു. അവിടുത്തെ ഭടന്മാർക്ക് അവരെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അങ്ങനെ എന്ത് പറ്റുന്നു, ഈ പറയുന്ന ലൂയി 16 വന്നിട്ട് എന്ത് ചെയ്യുന്നു, നാഷണൽ അസംബ്ലി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു,
ഒപ്പുവയ്ക്കുന്നു, അതിന് തീരുമാനമെടുക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അതാണ് സ്ത്രീകളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പുരുഷന്മാർ മാത്രമായിരുന്നില്ല, സ്ത്രീകൾക്കും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതിൽ 2 സ്ത്രീകളുടെ പേര് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അവരെ പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന് ഒളിംബ ഡി ഗൂച്ച്. എന്താണ്? ഒളിംബ ഡി ഗൂച്ച്. അപ്പോൾ ഈ ഒളിംബ ഡി ഗൂച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാഷണൽ അസംബ്ലി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ നാഷണൽ അസംബ്ലി പാസ്സാക്കിയ ഒരു പ്രധാനപ്പെട്ട നിയമമാണ് എന്ത്? ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അല്ലെങ്കിൽ അതിൻ്റെ പേര് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ മാൻ ആൻഡ് ദ സിറ്റിസൺ എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ തുല്യതയെ പറ്റിയിട്ട് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിന് ബദലായിട്ട് ഈ പറയുന്ന ഒളിംബ ഡി ഗൂച്ച് എഴുതുന്ന ഒരു പുസ്തകമാണ് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ വുമൺ ആൻഡ് ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺ. അതായത് എന്താണ്? ഷീ ഡിമാൻഡ് ചെയ്തു ദാറ്റ് വുമൺ ഷുഡ് ഓൾസോ ഹാവ് സെയിം റൈറ്റ് ആസ് മെൻ. അല്ലേ, ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും അല്ലേ ആണുങ്ങളെ പറ്റിയിട്ടാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആണുങ്ങളുടെ കാര്യം മാത്രം പോലെ സ്ത്രീകൾക്കും അവിടെ എന്ത് ചെയ്യണം? തുല്യത വേണം, അല്ലെ അവർക്കും ലിബർട്ടി വേണം. അപ്പോഴല്ലേ ഇക്വാലിറ്റി ഉണ്ടാകുന്നത്, അല്ലെ എല്ലാവർക്കും തുല്യത കിട്ടണ്ടേ. അപ്പോൾ എല്ലാവർക്കും തുല്യത കിട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്? ഒളിംബ ഡി ഗൂച്ച് എന്ന് പറയുന്ന അവിടെ കൃതി ഓർത്ത് വയ്ക്കണം. മറ്റൊന്നുമില്ല, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും എന്താണ് ഹ്യൂമൻ റൈറ്റ്സ്. അതിൽ തന്നെ മെൻ മാറ്റി എന്താക്കിയാൽ മതി? വുമൺ ആക്കിയാൽ മതി. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ വുമൺ ആൻഡ് ദ ഫീമെയിൽ സിറ്റിസൺ. അല്ലേ, അവിടെ എന്താണ്? മെൻ ആൻഡ് ദ സിറ്റിസൺ എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇവിടെ വുമൺ ആൻഡ് സിറ്റിസൺ എന്ന കൃതി എന്ത് ചെയ്യുന്നു? അദ്ദേഹം പറയുന്നു അവരെന്ന് സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടി. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച മറ്റൊരു വ്യക്തിയാണ് ജെന്നി റോളണ്ട് എന്ന് പറയുന്നത്. പിൽക്കാലത്ത് ഇവരെ എന്ത് ചെയ്യാണ്? ജില്ലറ്റിൻ എന്ന് പറയുന്ന കത്ത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്? വധിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ വഞ്ചന കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പേരൊന്ന് ഓർത്ത് വയ്ക്കുക, ജെന്നി റോളണ്ട്. എക്സാമിന് ഇത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു? ഇവർ ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷൻ്റെ എന്ത് ചെയ്യുന്നു? പാർട്ടായിട്ട് മാറുന്നു. അപ്പോൾ വുമൺ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷനിൽ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റുകൾ ഇത്രയേ ഉള്ളൂ. ഇത് രസം കൊല്ലിയാണ്, ആ ഒരു ഫ്ലോ അങ്ങ് കളയുകയാണ്. നമ്മൾ ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഫ്ലോ പോകും, സാരമില്ല. ഒളിംബ ഡി ഗൂച്ച് എന്ത് ചെയ്യുന്നു? ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ വുമൺ ആൻഡ് ദ ഫീമെയിൽ സിറ്റിസൺ എന്ന പുസ്തകം എഴുതുന്നു. അതിൽ എന്ത് ചെയ്യുന്നു? വുമൺ ഷുഡ് ഹാവ് ദ സെയിം റൈറ്റ്സ് എസ് മെൻ എന്ന് ആവശ്യപ്പെടുന്നു. അടുത്ത മറ്റൊരു വ്യക്തിയാണ് ജീൻ റോളണ്ട് എന്ന് പറയുന്നത്. ഇവർ ഈ പറയുന്ന ജില്ലറ്റിൻ കഴുതിൽ വന്ന് വീണ് മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് ഫ്രീഡത്തിന് വേണ്ടിയിട്ട്. അതായത് നമുക്ക് സത്യം പറഞ്ഞ ഒരു സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഫ്രഞ്ച് റവല്യൂഷനെ ഭയങ്കര കോമഡിയാണ്. ആദ്യ രാജാവിൻ്റെ കയ്യിൽ നിന്ന് അധികാരം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ആൾക്കാർ പിടിച്ചെടുക്കുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ആൾക്കാർ പിന്നീട് ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ട് രാജാവിനേക്കാളും മോശമായിട്ടൊരു ഭരണം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്, രാജാവിനേക്കാളും മോശമായിട്ടുള്ള ഭരണമാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് ഇവരെ കൊല്ലുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട് ഈ പറയുന്ന ലിബർട്ടിക്ക് വേണ്ടിയിട്ട് ഇവരെന്തൊക്കെ ക്രൂരതകളാണ് കാണിക്കുന്നതെന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈ പറയുന്ന ജെന്നി റോളണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഇമ്പോർട്ടൻസ്. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ വുമൺ റൈറ്റിൻ്റെ അച്ചീവ്മെൻ്റ് ആയിട്ട് എന്ത് കിട്ടുന്നു? അത് ഇവർ ഈ പറയുന്ന പ്രക്ഷോഭങ്ങളൊക്കെ സ്ത്രീകൾ നടത്തുന്ന കാരണം നാഷണൽ അസംബ്ലി സ്ത്രീകൾക്കും കുറേ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒന്നാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ആൻഡ് റൈറ്റ് ടു ഡിവോഴ്സ്. ഓക്കെ, റൈറ്റ് ടു പ്രോപ്പർട്ടി ആൻഡ് റൈറ്റ് ടു ഡിവോഴ്സ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. റൈറ്റ് ടു പ്രോപ്പർട്ടിയും റൈറ്റ് ടു ഡിവോഴ്സ് ഇവർക്ക് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. അതായത് ഇവർക്ക് സ്വത്തവകാശവും അതുപോലെ തന്നെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? അവരെ ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശവും കിട്ടുന്നു. ഓക്കെ, ഇവിടെ കണ്ടോ സാൻസ് കുലോട്ട് എന്ന് പറയുന്ന സംഭവം കണ്ടായിരുന്നോ? ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാനില്ല, എന്നാലും ഞാൻ പറഞ്ഞേക്കാം. അന്നത്തെ കാലത്ത് ഫ്രാൻസിൽ ഈ ഇവിടെ കാൽമുട്ട് വരെ നീളമുള്ള പാൻറ്റുകൾ, ബ്രീച്ചസ് എന്ന് പറയുന്ന ഈ പാൻറ്റുകൾ ഇടാനുള്ള അവകാശം അവിടുത്തെ നൊബിലിറ്റിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ ഉന്നത കുലജാതന്മാർക്ക് മാത്രമേ എന്താണ് മുട്ട് വരെയുള്ള പാൻറ്റ് ഇടാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെതിരെ ഒരു പ്രക്ഷോഭമായിട്ട് പാൻറ്റലൂൺസ് എന്ന് പറയുന്ന ഈ കാണുന്ന നീളൻ ട്രൗസറുകൾ അവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇടാനായിട്ട് തുടങ്ങി. അങ്ങനെ അത് ഇട്ട് പോകുന്ന ആൾക്കാരെയാണ് പിന്നീട് എന്ത് വിളിച്ചത്? സാൻഗുലോട്ട്സ് എന്ന് വിളിച്ചത്. എന്ത് വിളിക്കുന്നത്? സാൻസ്കുലോട്ട്സ്. ഇവ ഇമ്പോർട്ടൻ്റ് ആണ്. സാൻസ്കുലോട്ട്സ് എന്തുവാണ്? സാൻസ്കുലോട്ട്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പാൻറ്റലൂൺ എന്ന് പറയുന്ന ഈ നീളമുള്ള പാൻറ്റാണ്. ഇവിടെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ പാൻറ്റലൂൺസ് അല്ലെങ്കിൽ സാൻസ്കുലോട്ട്സ് ഇട്ട് പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് കൂടുതലും ഇവിടുത്തെ വർക്കേഴ്സ് ആയിരുന്നു. ഓക്കെ, ഇവിടുത്തെ സാധാരണ വർക്കേഴ്സും അതുപോലത്തെ ഇവിടുത്തെ ആർട്ടീഷ്യൻസും ആയിരുന്നു ഈ പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത്. പിൽക്കാലത്ത് ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഞാൻ വുമൺസിൻ്റെ റൈറ്റ് പറഞ്ഞ് സെറ്റാക്കി കഴിഞ്ഞിട്ട് പറയാം. ഇതുവരെയുള്ള കാര്യം ഓക്കെ ആണല്ലോ, സ്ത്രീകളുടെ അവകാശം വരെ നമുക്ക് സെറ്റാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കഥയുടെ കണ്ടിന്യൂഷനിലോട്ട് പോവാം. ശ്രദ്ധിച്ച് കേട്ടോളാം. 1789 എന്താരംഭിക്കുന്നു? ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിക്കുന്നു. അപ്പോഴത്തേക്കും എന്ത് പറ്റുന്നു? ഞാൻ ഇതിൻ്റെ കാലഘട്ടം പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാം.
ഈ ഒരു 89 തൊട്ട് ഒരു 1791 വരെയുള്ളൊരു കാലമെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു എന്താ പറയുന്നത് അത്യാവശ്യം സമാധാനപ്രിയരായിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മളവരെ മോഡറേറ്റുകളെന്ന് പറയാം. ഇതെന്ന് പറയാം മോഡറേറ്റുകൾ. അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, രാജാവിൻ്റെ ആ പറയുന്ന സ്വേച്ഛാധിപത്യമായിട്ടുള്ള ഭരണം അതിനെ എതിർക്കുന്ന ഈ പറയുന്ന മിഡിൽ ക്ലാസ്സും ആൾക്കാരും ചേർന്നിട്ട് വരുന്നു, അവർ പ്രക്ഷോഭം നടത്തുന്നു, അവർ മാന്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. എന്നാൽ ഈ 92 കഴിയുന്ന സമയത്ത് ഒരു ഇപ്പോൾ 89 തൊട്ട് 91, ഈ 92 കഴിയുന്ന സമയത്ത് കളി മാറുകയാണ്. കുറച്ച് റാഡിക്കലായിട്ടുള്ള ആൾക്കാർ ഭരണം പിടിച്ചെടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ടെററായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഭരണം പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഈ ടെറർ ഗ്രൂപ്പുകൾ ഭരണം പിടിച്ചെടുക്കുമ്പോഴത്തേക്കും രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. ആ സമയത്ത് തന്നെ നമ്മൾ ഈ ലൂയി 16 എന്ത് ചെയ്യും, ഫിനിഷ് ചെയ്യും, അവരൊക്കെ കൊന്നുകളയും. അങ്ങനെ അവരെയൊന്നല്ല, രാജാവിനെയും മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും നിഷ്കരണം എന്ത് ചെയ്യുവാണ്, ഇവർ തട്ടിക്കളയുക. ഇവരെന്ത് ചെയ്യാൻ പോവാ, കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. കാരണം അവർ ആലോചിക്കുമ്പോൾ അതെ രാജാവ് ദുഷ്ടനായിരുന്നു എന്ന് പറഞ്ഞിട്ട് രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇങ്ങനെ കൊന്നുകളയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നല്ലോ. അങ്ങനെ റെയിൻ ഓഫ് ടെറർ നടക്കും ഈ പറയുന്ന സ്ഥലത്ത്. അങ്ങനെ റെയിൻ ഓഫ് ടെറർ നടത്തിക്കൊണ്ടിരുന്ന ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യും, അവന്മാരെ അവസാനം എന്ത് ചെയ്യും, ഇതേ പറയുന്ന സാധനത്തിൽ വെച്ച് തന്നെ, ഈ പറയുന്ന ജില്ലറ്റിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും, കൊന്നുകളയും. അത് കഴിഞ്ഞിട്ട് ഡയറക്ടറി എന്ന് പറയുന്നൊരു ഭരണം വരും. എന്ത് വരും, ഡയറക്ടറി എന്ന് പറയുന്നൊരു ഭരണം വരും. എന്ന് വെച്ചാൽ ഒരു ഒന്നിനും കഴിവില്ലാത്ത മൊത്തം അഴിമതിയൊക്കെ ആയിട്ടുള്ളൊരു ഭരണം വരികയും ഈ അഴിമതി ഭരണം അവസാനിക്കുമ്പോഴത്തേക്കും ഈ ഫ്രാൻസിൻ്റെ അധികാരം നെപ്പോളിയൻ, നിങ്ങൾ കേട്ടിട്ടുള്ള പേരാണ്, നെപ്പോളിയൻ പിടിച്ചെടുക്കുകയും ചെയ്യും. നെപ്പോളിയൻ എന്ന് പറയുന്ന അവിടുത്തെ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ സ്ഥലം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷന് ശേഷം നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം നമുക്കതിൽ ഓരോ ഘട്ടങ്ങളായിട്ട് എടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ടെക്സ്റ്റ് ബുക്കിൽ സത്യം പറഞ്ഞാൽ ഒരു ഓർഡർ ഇല്ലാതെ കുറേ പോയിന്റുകൾ ഇങ്ങനെ വാരി ഇട്ടേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എപ്പം നടക്കുന്നു, എങ്ങനെ നടക്കുന്നു, എന്തിന് നടക്കുന്നു എന്നുള്ളൊരു ഐഡിയ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഇങ്ങനെ ഓരോ സെക്ഷനാക്കി ഈ ടോപ്പിക്കിനെ തിരിച്ചിട്ട് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം. പറഞ്ഞു തന്നിട്ട് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റിലോട്ട് വരാം. ഓക്കെ, റെഡിയാണല്ലോ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ ഫ്രാൻസിൽ 1789 നിൽക്കുകയാണ്. ഈ 1789 എന്ത് ചെയ്തു, ബാസിൽ കോട്ടയൊക്കെ തകർത്തു. അങ്ങനെ ഫ്രാൻസിൻ്റെ അധികാരം ആര് പിടിച്ചടക്കി, നാഷണൽ അസംബ്ലിയുടെ കയ്യിലാണ്. ആരുടെ കയ്യിലാണ്, നാഷണൽ അസംബ്ലിയുടെ കയ്യിലാണ് ഇപ്പോൾ ഫ്രാൻസിൻ്റെ അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അവരെന്ത് ചെയ്തു, ഫ്യൂഡൽ പ്രിവിലേജുകളൊക്കെ എന്ത് ചെയ്തു, അവസാനിപ്പിച്ചു. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു നിർത്തിയ കാര്യം അല്ലേ. എന്ത് പറ്റി, അവർ സ്ലേവറി അബോളിഷ് ചെയ്യുന്നു, ഈ പറയുന്ന നൊബിലിറ്റിയിലുണ്ടായിരുന്ന സ്പെഷ്യൽ പവറുകളെല്ലാം അബോളിഷ് ചെയ്യുന്നു, കത്തോലിക് ചർച്ചിനുണ്ടായിരുന്ന പ്രത്യേക ടാക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു, അഡീഷണൽ ടാക്സ് വരെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. അങ്ങനെ രാജാവ് ലൂയി 16 ഭരിച്ചുകൊണ്ടിരുന്ന ലൂയി 16 അയാളുടെ എസ്റ്റേറ്റ് ജനറലും ഭരിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിൻ്റെ അധികാരം ഇപ്പോൾ ആരുടെ കയ്യിലാണടാ, ഇപ്പോൾ ഇരിക്കുന്നത് നാഷണൽ അസംബ്ലിയുടെ കയ്യിലാണ്. ആരുടെ കയ്യിലാണ്, നാഷണൽ അസംബ്ലിയുടെ കയ്യിലാണ്. ഈ നാഷണൽ അസംബ്ലി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് വെച്ചാൽ ഇവിടെ ആരുണ്ട്, രാജാവുണ്ട്. രാജാവെ നിങ്ങൾ ഭരിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുണ്ട്, പക്ഷേ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ഭരണഘടന വേണം. അതായത് നിങ്ങളുടെ തോന്നിവാസം നടക്കത്തില്ല, ഇവിടെ ഒരു ഭരണഘടന വേണം. അതിൽ നിങ്ങളും കൂടെ കയറിക്കോ, നിങ്ങൾക്കും അതിവിടെ ഒരു പദവി തരാം, നിങ്ങൾക്കും ഒരു അധികാരം തരാം. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, അവർ ഡിക്ലെയർ ചെയ്യുന്നു ഹ്യൂമൻ റൈറ്റ്സ്, ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് മെൻ ആൻഡ് ദ സിറ്റീസൺ അവരെന്ത് ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്യുന്നു. അതായത് അന്ന് വരെ ഫ്രഞ്ച് സൊസൈറ്റിയെ 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഏതൊക്കെയാണ്, ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. അതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ മാറ്റിയിട്ട് എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും മനുഷ്യ അവകാശമുണ്ടോ എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. അങ്ങനെ ആ പറയുന്ന സിസ്റ്റം ഇവിടെ മാറും. അതിൻ്റെ ഫലമായിട്ട് ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നു. 91 വർഷം നിങ്ങൾ പഠിക്കണ്ടേ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ തന്നു, ടെക്സ്റ്റ് ബുക്ക് പറയാത്തതുകൊണ്ട് വർഷം പഠിക്കേണ്ട. പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്യുന്നു. അതിൽ രാജാവിൻ്റെ പവറുകൾ എന്ത് ചെയ്യുന്നു, അവർ കുറയ്ക്കുന്നു. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിലെന്താണ് ഈ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഫ്രാൻസിൽ നടക്കുന്നത് 1789 ഓഗസ്റ്റ് 26 ഓക്കെ, എപ്പോഴാണ്, ജൂലൈയിലാണ്, ജൂലൈ. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 26 എന്ത് ചെയ്യുന്നു, ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നു. അതിൻ്റെ പ്രധാന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ലിബർട്ടിയും ഇക്വാലിറ്റിയും ഫ്രറ്റേണിറ്റിയും. അവരെന്തൊക്കെ പറഞ്ഞു, മെൻ ആർ ബോൺ ആൻഡ് റിമെയിൻ ഫ്രീ ആൻഡ് ആർ ഈക്വൽ ഇൻ റൈറ്റ്സ് അല്ലേ.
മനുഷ്യന്മാർ ജനിക്കുന്നത് ഫ്രീ ആയിട്ടാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളിലും അവർ തുല്യരാണ്. രാജാവിൻ്റെ വീട്ടിൽ ജനിച്ചത് കൊണ്ടോ പുരോഹിതനായി ജനിച്ചത് കൊണ്ടോ പ്രത്യേക ഒരു പവറും ആർക്കും കിട്ടുന്നില്ല. നോക്കിയേ അടുത്ത് ഒരു നോക്കിയേ, ദ എയിം ഓഫ് ഓൾ പൊളിറ്റിക്കൽ അസോസിയേഷൻ, ഇത് ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റാണ്, അതുകൊണ്ടാണ് അതുപോലെ ഇട്ടേക്കുന്നത്. ദ എയിം ഓഫ് ഓൾ പൊളിറ്റിക്കൽ അസോസിയേഷൻ ഈസ് ദ പ്രിസർവേഷൻ ഓഫ് ദ നാച്ചുറൽ ആൻഡ് ദ ഇൻസെപ്പറേറ്റബിൾ റൈറ്റ്സ് ഓഫ് മാൻ. അല്ലേ, എല്ലാ പൊളിറ്റിക്കൽ അസോസിയേഷനുകളുടെയും അവസാന ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവകാശങ്ങളാണ്. അവരുടെ അവകാശങ്ങൾ എന്ന് പറയുന്ന ലിബർട്ടി ഉണ്ട്, പ്രോപ്പർട്ടിയിൽ അവകാശമുണ്ട്, അവർക്ക് സെക്യൂരിറ്റി വേണം, അവർക്ക് റെസിസ്റ്റൻസ് ടു ഒപ്രഷനും വേണം. അതായത് ഈ പറയുന്ന നാഷണൽ അസംബ്ലി രൂപീകരിച്ചാലും ഇനി എന്ത് അസോസിയേഷൻ രൂപീകരിച്ചാലും അവരെല്ലാവരും പോരാടുന്നത് മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. അത്രയേ ഉള്ളൂ. ഇനി ഈ പറയുന്ന രാജ്യത്തിൻ്റെ ആ ഒരു അധികാരമെന്ന് പറയുന്നത് എന്താണ്? അത് രാജ്യത്തല്ലേ, അതോ ഈ പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിന് ആ രാജ്യക്കാർ, ഫ്രാൻസുകാർ എന്ന് പറയുന്ന ഒരു അധികാരം വേണം. അവർക്കെല്ലാം എന്ത് വേണം? ലിബർട്ടി അല്ലെങ്കിൽ അവർക്ക് ഫ്രീഡം എന്ന കാര്യം എല്ലാം എന്താണ്? ആവശ്യം ആണ്. അടുത്ത നിയമങ്ങളെന്ന് പറയുന്നത് എപ്പോഴും എന്തിനാണ്? ഈ പറയുന്ന ദ ലോ ക്യാൻ ഓൺലി പ്രോഹിബിറ്റ് സച്ച് ആക്ഷൻ ആസ് ആർ ഹേർട്ട്ഫുൾ ടു ദ സൊസൈറ്റി. നിയമത്തിലൂടെ നമുക്ക് സമൂഹത്തിനുണ്ടാകുന്ന ഒരു പ്രശ്നത്തെ തടയാൻ മാത്രമേ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നത്തെ തടയാൻ വേണ്ടി മാത്രമാണ് എന്ത് നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും അല്ലേ, ഇവന്മാർ ഇവിടെ എന്തുവാണ് ഈ പറഞ്ഞു വെച്ചേക്കുന്നത്? ഇവിടെ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. നോക്ക്, മനുഷ്യന്മാരെല്ലാം ഫ്രീ ഉള്ളവരാണ്, അല്ലെങ്കിൽ മനുഷ്യന്മാരെല്ലാം ജനിക്കുന്നത് ഫ്രീ ആയിട്ടാണ്, അവരെല്ലാവർക്കും തുല്യ അവകാശങ്ങളാണുള്ളത്. അത് പഠിച്ചു വയ്ക്കാമല്ലോ. മനുഷ്യന്മാരെല്ലാം എന്താണ്? തുല്യരാണ്. തുല്യരായ മനുഷ്യന്മാർക്ക് എല്ലാം ഫ്രീഡവും ഉണ്ട്, അവർക്ക് ലിബർട്ടി ഉണ്ട്, അതായത് അവർക്ക് ഫ്രീഡം, സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് സ്വത്ത് വാങ്ങാനുള്ള അവകാശമുണ്ട്, അവർക്ക് സെക്യൂരിറ്റി വേണം. അതുപോലെ അവരെന്ത് ചെയ്യാൻ പാടില്ല? ആരും അടിച്ചമർത്താനും പാടില്ല. ഏതൊരു രാജ്യം, അതിപ്പോൾ രാജ്യമായാലും ശരി, പൊളിറ്റിക്കൽ പാർട്ടി ആയാലും ശരി, എല്ലാത്തിൻ്റെയും യൂസ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ എൻഷുർ ചെയ്യുക എന്നുള്ളത് ആണ്. ഇത്രയും പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നുണ്ടാണ്, ഞാൻ അങ്ങനെ തന്നെ കൊടുത്തേക്കുന്നത്, പഠിക്കാൻ ഒരു സുഖവും ഇല്ല. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്. നാഷണൽ ഈ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട ആപ്തവാക്യം എന്നങ്ങ് എഴുതി വെച്ചാൽ തന്നെ മതിയാകും. ഇനി ഇതോടൊപ്പം തന്നെ ഈ പറയുന്ന നാഷണൽ അസംബ്ലി കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒരു യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നുണ്ട് ത്രൂ ഔട്ട് ദ കൺട്രി. രാജ്യത്തെല്ലാവർക്കും ഒരേ നിയമം. ഇവർ അസിഗ്നാറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ കറൻസി കൊണ്ടുവരുന്നുണ്ട്. അസിഗ്നാറ്റ് എന്ന് പറയുന്ന പുതിയൊരു കറൻസി കൊണ്ടുവരുന്നുണ്ട്. റിലീജിയസ് ലീഡേഴ്സിൻ്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഇവർ പിടിച്ചെടുത്തിട്ട് അത് സാധാരണക്കാർക്ക് കൊടുക്കുന്നുണ്ട്. റിലീജിയസ് ടോളറൻസ് കൊണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ മതം എന്ന് പറയുന്നത്, അല്ലെ, മതസഹിഷ്ണുത എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മതം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും അവിടെ ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മതത്തിൻ്റെ പേരിൽ ആരെയും അങ്ങനെ ചൂഷണം ചെയ്യാൻ പാടില്ല എന്ന് കൊണ്ടുവന്നു. ക്ലർഗി അഥവാ പുരോഹിതന്മാരെന്ന് പറയുന്നത് സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ആൾക്കാരായിട്ട് മാറി. അതായത് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ദൈവിക പരിവേഷമൊന്നുമില്ല, അവരെന്താണ്? സർക്കാരിൻ്റെ എംപ്ലോയി ആണ്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആര് ചെയ്യുന്നു? നാഷണൽ അസംബ്ലി ചെയ്യുന്നു. എപ്പോൾ തൊട്ട്? ഈ പറയുന്ന ബാസിൽ കോട്ട ഉണ്ടല്ലോ, 1789 ഇത് പൊളിക്കുന്നത് തൊട്ട് ഏതാണ്ട് 1791 വരെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ ഫ്രാൻസിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയാണ്. ഓക്കെ ആണല്ലോ. ഇതാ ഇവിടെ നോക്കിക്കോ, ഇതാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ. ഒന്ന്, ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നു. അതാണ് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞ കാര്യം. എന്താണ്? മെൻ ആർ ബോൺ ഫ്രീ വെൻ ആർ ബോൺ ആൻഡ് റിമെയിൻ ഫ്രീ ആൻഡ് ആർ ഈക്വൽ ഇൻ റൈറ്റ്സ്. എന്താണ് ഇതിനകത്ത്? ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. 1789 പാസ്സാക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞ് വിശദീകരിച്ച് തന്ന പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വായിച്ച് വയ്ക്കുക. അടുത്ത, നാഷണൽ അസംബ്ലി മറ്റ് കുറച്ച് റിഫോംസുകൾ കൊണ്ടുവന്നു. എന്തൊക്കെയാണ്? യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നു. അസിഗ്നാറ്റ് എന്ന് പറയുന്നത് ഈ താഴെ കാണുന്ന കറൻസി നോട്ട് കൊണ്ടുവരുന്നു. റിലീജിയസ് ലീഡേഴ്സിൻ്റെ പ്രോപ്പർട്ടികൾ പിടിച്ചെടുക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? റിലീജിയസ് ടോളറൻസ് കൊണ്ടുവരുന്നു. ക്ലർഗി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാക്കി മാറ്റുന്നു. ഈ പറയുന്ന നോട്ടൊക്കെ പിന്നീട് പൊളിഞ്ഞ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഏറ്റില്ല. കാരണം രാജ്യഭരണം എന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും പറ്റുന്നൊരു കാര്യം അല്ല. അതിന് കുറച്ച് കഴിവ് വേണം. ജനങ്ങൾ കൂടിച്ചേർന്ന് ജനപ്രതിനിധികളെ ചൂസ് ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള അർഹത ഉണ്ടോ എന്നുള്ളത് കൂടെ ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇത്രയും സെറ്റല്ലേ മക്കളെ? ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് മൊത്തം ഫ്രഞ്ച് റവല്യൂഷൻ ഭയങ്കര പാടാണ് ഓർത്ത് വയ്ക്കാൻ. നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ബാസ്റ്റൽ കോട്ട തകർത്തു കഴിഞ്ഞ് ഫ്രാൻസിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കണ്ടേ അല്ലേ? ഈ പറയുന്ന
തേർഡ് എസ്റ്റേറ്റിലുള്ളവർ ഈ പറയുന്ന രാജ്യത്തിൻ്റെ നാഷണൽ അസംബ്ലി ഒന്ന് പ്രഖ്യാപിച്ചിട്ട് ചുമ്മാ ഇരുന്നാൽ മതിയോ? ഇല്ല, ആ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, രാജാവിൻ്റെ ഭരണ പ്രശ്നമാണ്. അപ്പോൾ രാജാവിനെതിരെ എല്ലാവരും തിരിയുന്നു. രാജാവിനെ ആരും തട്ടിക്കളഞ്ഞില്ല, അവർ രാജാവിന് വില കൊടുത്തിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? അവർ എന്ത് കൊണ്ടുവരുന്നു? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി കൊണ്ടുവരുന്നു. ഈ വാക്കൊന്നും കേട്ട് പേടിക്കരുത്, അർത്ഥം ആലോചിച്ചാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ, നിയമപരമായ രാജവാഴ്ച എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ രാജാവുണ്ട്, പക്ഷേ രാജാവിന് ഇപ്പോൾ എനിക്കൊന്ന് തോന്നി ഒരു തന്നെ പിടിച്ച് കൊല്ലണമെന്ന്, അങ്ങനെയൊന്നും പറ്റത്തില്ല. ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി രാജാവിന് എന്ത് ചെയ്യാം? കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. രാജാവിൻ്റെ പവറുകൾ കുറച്ച് അധികാരം ആർക്ക് കൊടുക്കുന്നു? നമ്മളിപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഒരു രാജാവുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന രാജാവാണോ ഇന്ത്യൻ പാർലമെൻറ്റിനാണോ ഭരണത്തിന് അധികാരം കൂടുതൽ? പാർലമെൻറ്റിനാണല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലണ്ടിലൊക്കെ ഉള്ള പോലത്തെ ഇതിൻ്റെ തുടക്കം അന്ന് നടക്കുന്ന ഇവിടെയാണ്. അങ്ങനെയുള്ള ഈ നാഷണൽ അസംബ്ലി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ആദ്യം ആ പറയുന്ന ഫ്രഞ്ച് സൊസൈറ്റി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ഫ്രഞ്ച് സൊസൈറ്റി എന്ത് ചെയ്തു? അടിച്ച് നേരെയാക്കി, ഇക്വാലിറ്റി കൊണ്ടുവന്നു, ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവന്നു, അടുത്ത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. ഇത്രയേ ഉള്ളൂ. കുറച്ച് റിഫോംസും കൊണ്ടുവന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തെന്ത് പറ്റി? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 1789 അധികാരം നഷ്ടപ്പെട്ട രാജാവേ ചുമ്മാ ഇരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാജാവ് വെറുതെ ഇരിക്കും? ജനങ്ങൾ വന്നിട്ട് അവരെ പിടിച്ചടക്കി നമുക്ക് ശരി ഞാൻ ഇല്ല ഒപ്പിട്ടിരുന്നു ചുമ്മാ ഇരിക്കും? ഇല്ല. ഈ രാജാവിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, മേരി ആൻറ്റോയിനറ്റ് എന്ന് പറയുന്ന ഓസ്ട്രേലിയ രാജകുമാരിയാണ്. അപ്പോൾ ഇവർക്ക് ഈ രാജാവിന് പണി കിട്ടിയെന്ന് അറിയുമ്പോൾ തൊട്ട് ചുറ്റുമുള്ള രാജാക്കന്മാർ, ഞാൻ ആദ്യത്തെ ക്ലാസ് മാപ്പ് കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുറേ ചുറ്റും കുറേ രാജ്യങ്ങളുണ്ട് ശ്രദ്ധിച്ചോളണേന്ന്. ആ രാജ്യങ്ങളൊക്കെ അന്ന് രാജവാഴ്ചയെ അവർ ചുമ്മാ ഇരിക്കൂ? ഇവന്മാർ ഈ പറയുന്ന രാജാവിനെ പുറത്താക്കിയാൽ ഞങ്ങളുടെ നാട്ടിലുള്ളവർ ഈ പണി തുടങ്ങുമെന്നവർക്ക് അറിയാമെന്നുള്ളവർ എന്ത് ചെയ്തു? അവർ ഈ രാജാവിന് സപ്പോർട്ട് കൊടുത്തു. 16-ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അതായത് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, പുറത്തുനിന്ന് ആർമി ഇറക്കാമെന്ന് പറഞ്ഞു. അതായത് രാജ്യത്തുള്ള ജനങ്ങളല്ലേ പ്രശ്നമുള്ളൂ, എന്നാലും രാജാവിന് ഉണ്ടല്ലോ, രാജാവിനെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, പുരോഹിതന്മാരുണ്ടായിരിക്കുമല്ലോ, അവിടുത്തെ ഈ പറയുന്ന നൊബിലിറ്റി ഉണ്ടല്ലോ, സെക്കൻഡ് എസ്റ്റേറ്റുകാർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ, മതി. ബാക്കി ആൾക്കാർ എന്ത് ചെയ്യുക? ഞങ്ങൾ പുറത്തുനിന്ന് ഇറക്കാമെന്ന് തീരുമാനിച്ച് അവർ ആർമിയെ കൊണ്ടുവരാൻ പോകുന്നു. ജനങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി. അവരെന്ത് ചെയ്യും? അവർ ഈ പറയുന്ന 91 കാലഘട്ടമാകുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി അടി പുറത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ രാജാവിനെ ഇങ്ങനെ ഇവിടെ വെച്ചിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? അവർ നേരെ വെഴ്സായി കൊട്ടാരത്തിലോട്ട് ഇടിച്ചങ്ങോട്ട് കയറുന്നു, രാജാവിനെ തടങ്കലിലാക്കുന്നു. രാജാവിനെ എന്ത് ചെയ്യുന്നു? തടങ്കലിലാക്കുന്നു. അങ്ങനെ ലൂയി 16-നെ അവർ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് അടുത്ത വർഷം ഇയാൾ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചു അല്ലേ? രാജ്യത്തിന് വെളിയിൽ നിന്നുള്ള ആർമിയെ കൊണ്ടുവരുവാണെങ്കിൽ അത് രാജ്യത്തിന് ചതിക്കുക എന്നുള്ളതല്ലേ, ജനങ്ങൾ ചതിക്കുക എന്നുള്ളതല്ലേ. അതുകൊണ്ട് ലൂയി 16-നെയും ഭാര്യയൊക്കെ എന്ത് ചെയ്യുവാണ്? ഈ പറയുന്ന തൊട്ടടുത്ത വർഷം കൊന്നുകളയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു അവരെന്ത് ചെയ്തു? ഈ പറയുന്ന ഫ്രാൻസിനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. അവർ സ്വയം ഭരണമാണ്, അവർക്ക് ഈ പറയുന്നതിനകത്ത് ഇനി ഒരുത്തൻ്റെ ആവശ്യവും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ മറ്റ് യൂറോപ്യൻ മൊണാർക്കികളുമായിട്ട് എന്ത് ചെയ്യുന്നു? യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധം ആരംഭിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോളേ, ഫ്രാൻസിൽ അന്ന് വരെ അത്യാവശ്യം മര്യാദക്കാരായിട്ടുള്ള മോഡറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത് കൺട്രോൾ ചെയ്തത്? ഈ പറയുന്ന നാഷണൽ അസംബ്ലി കൺട്രോൾ ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു വാർത്ത കേൾക്കുന്നത്. എന്താണ്? ഈ പറയുന്ന രാജാവ് പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കാൻ പോവുകയാണെന്ന്. ഇതൊന്നും ടെക്സ്റ്റ് ബുക്ക് ഇല്ല, നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ ഞാൻ അവിടെ നടന്ന കാര്യങ്ങൾ പറയുകയാണ്. പുറത്തുനിന്ന് എന്ത് ചെയ്യുന്നു? ആൾക്കാരെ ഇറക്കാൻ പോവുകയാണ്. കാരണം ഈ പറയുന്ന രാജാവിൻ്റെ ഭാര്യയൊക്കെ വെളിയിലത്തെ രാജ്യത്തുള്ള രാജകുമാരിയാണ്. അപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ പവറില്ല, ചിലവാക്കാൻ പൈസ ഇല്ലെന്ന് പറയുമ്പോൾ ചുമ്മാ ഇരിക്കും? ഇല്ല. അപ്പോൾ അങ്ങനെ മൊണാർക്കികൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്ന് മനസ്സിലായപ്പോഴത്തേക്കും എന്ത് പറ്റുന്നു? ഇവർ ഈ പറയുന്ന ലൂയി 16-നെ തടഞ്ഞു വയ്ക്കുന്നു, അയാളെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾ ഇന്ന് തൊട്ട് എന്തായിട്ട് മാറുകയാണ്? റിപ്പബ്ലിക്കായിട്ട് മാറുകയാണെന്ന് പറയുന്നു. എന്തായിട്ട് മാറുകയാണെന്ന് പറയുന്നു? റിപ്പബ്ലിക്കായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുന്നു? ലൂയി 16-നെ പിടിച്ചു വെച്ചു എന്ന് അറിയുമ്പോൾ തന്നെ പുറത്തുനിന്നുള്ളവർ വരും. അങ്ങനെ യൂറോപ്യൻ മൊണാർക്കുകളുമായിട്ട് എന്ത് ചെയ്യുകയാണ്? യുദ്ധപ്രഖ്യാപനം നടക്കുകയാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇവിടെ മോഡറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഭരിച്ചുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ ഇവന്മാർക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവന്മാരെ മാറ്റിയിട്ട് പുതിയൊരു ടീം വരുന്നു. അവരുടെ പേരാണ് ജാക്കോബിയൻസ്. എന്താണ്? ജാക്കോബിയൻസ്. അവർ 2 ഗ്രൂപ്പാണ് അവിടെ ഉണ്ടായിരുന്നത്. ടെക്സ്റ്റ് ബുക്ക് ജാക്കോബിയൻസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ജാക്കോബിയൻസ് എന്ത് ചെയ്യുന്നു? അധികാരം പിടിച്ചെടുക്കുന്നു. അവർ പറയുകയാണ് ഏത് നിമിഷവും പുറത്തുനിന്ന് അറ്റാക്ക് വരാം. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ രാജ്യത്ത് രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചതിയന്മാരുണ്ട്, ഈ പറയുന്ന നൊബിലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചതിയന്മാരുണ്ട്, ഇവന്മാർ നമ്മളെ ചതിക്കും, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കരുതിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ജാക്കോബിയൻസ് എന്ത് പറ്റുന്നു? സത്യം പറഞ്ഞാൽ ഇവിടെ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ കുറച്ചു മുമ്പ് ഞാൻ ഈ പറയുന്ന പാൻറ്റലൂൺസ് ഒക്കെ ഇട്ടേക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ ഒരു കാര്യം പറയുന്നില്ലേ? സത്യം പറഞ്ഞാൽ ഇവിടെ വേറൊരു കാര്യം ഇവിടെ നടക്കുകയാണ് ആ സമയത്ത്. അതായത് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് അത്യാവശ്യം സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരാണ്. ഈ മിഡിൽ ക്ലാസ്സിലെ കുറേ ആൾക്കാരാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നാഷണൽ അസംബ്ലി
കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇവരുടെ ലീഡർഷിപ്പിലാണ്. അപ്പോൾ ഈ താഴേക്കിടയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, സാധാരണ ജോലിക്കാരും വർക്കേഴ്സും, അപ്പോൾ അവർക്കിപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. രാജാവിനെ പുറത്താക്കിയെങ്കിൽ ഇവന്മാർ നമ്മളോട് നടന്നവന്മാർ നമ്മളെ കൊറേ എസ്റ്റേറ്റ് നിന്നല്ലേ, ഇവന്മാരിപ്പം വലിയ കാശുകാരായിട്ട് നമുക്കെതിരെ നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നു, നമ്മളെ ഭരിക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ ഇവർക്ക് വരുന്നു. അപ്പോൾ ഇവർ പറയും ഞങ്ങൾക്കും എന്ത് ചെയ്യണം, മിഡിൽ ക്ലാസ്സുകാർക്ക് വേണ്ട അവകാശങ്ങളും അവരെ പോലെയൊക്കെ ആവണമെന്ന് പറയുന്നു. ആര്? ഈ സാൻഗ്ലോഡ്സ് എന്ന് പറയുന്ന ആൾക്കാർ. ഇതൊക്കെ റഷ്യൻ വിപ്ലവത്തിൽ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു കഥ പോലെ കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ കഥയൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർക്കും ഇവരോടൊപ്പം ചേരണമെന്ന് പറയുന്നു. അപ്പോൾ അധികാരം എന്ന് പറയുന്നത് ഇപ്പോൾ ആരുടെ കയ്യിൽ ഇരിക്കുകയാണ്? ജാക്കോബിയൻസ് അല്ലാത്ത മോഡറേറ്റുകളുടെ കയ്യിൽ എന്ത് ചെയ്യാണ്? അധികാരം ഇരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ഏതാണ്? ഈ സാൻഗ്ലോഡ്സ് എന്ന് പറയുന്നവന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജാക്കോബിയൻസ് എന്ത് ചെയ്യും? ഈ ബാക്കിയുള്ളവന്മാരെ പുറത്ത് കളഞ്ഞിട്ട് ഇവന്മാരെ അധികാരം പിടിച്ചെടുക്കും. ഇവന്മാർ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഈ താഴേക്കിടയിലുള്ള വർക്കേഴ്സും എല്ലാവരും ആരെ സപ്പോർട്ട് ചെയ്തു? ജാക്കോബിയൻസിനെ സപ്പോർട്ട് ചെയ്തു. അതായത് ഇവിടെ നടക്കുന്ന ചുമ്മാതല്ല, ഈ പറയുന്ന ലൂയി 16 അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ എന്ത് നടക്കൂടാ? അവിടെ ഒരു ഇലക്ഷൻ നടക്കും. ഓക്കെ, അവിടെ എന്താണ് യൂണിവേഴ്സൽ സഫറേജ് അനുസരിച്ച് അവിടെ എന്ത് നടക്കും? ഒരു ഇലക്ഷൻ നടക്കും. ആ ഇലക്ഷൻ നടന്നിട്ടാണ് പാർലമെൻറ്റിൽ എന്ത് ചെയ്യുന്നത്? ജാക്കോബിയൻസ് അവർ അധികാരം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ലോ ക്ലാസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ലോ ക്ലാസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നും വിചാരിക്കല്ലേ, താഴെ തട്ടിലുള്ള ആൾക്കാരെന്നാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുവാണ്? അവരുടെ സപ്പോർട്ടോടുകൂടി ജാക്കോബിയൻസ് എന്ത് ചെയ്യാണ്? അധികാരം പിടിച്ചെടുക്കുക. അവരെന്ത് ചെയ്യാണ്? അധികാരം പിടിച്ചെടുക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. പുറത്തുനിന്ന് അടിയിപ്പോൾ വരും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തുല്യത വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ജാക്കോബിയൻസ് അധികാരം പിടിച്ചെടുക്കുന്നു. അതോടെ കഷ്ടത തുടങ്ങുന്നു. അവരെന്ത് ചെയ്യുന്നു? മൊണാർക്കി അബോളിഷ് ചെയ്തു. ഇനി ഇവിടെ രാജാവൊന്നുമില്ല, നമ്മൾ റിപ്പബ്ലിക്കാണ്. ഇനി ഇവിടെ രാജാവില്ല, നമ്മളെന്താണ്? റിപ്പബ്ലിക്കാണ്. നമ്മളായി ഈ പറയുന്ന ജാക്കോബിയൻസ് എന്ന് പറയുന്ന ടീംസ്, ഇവന്മാർ പ്രബലരായ ടീംസാണ്, അവിടുത്തെ ചില്ലറക്കാരല്ല. അവന്മാർ ചെന്ന് എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും. തുടങ്ങുന്നു കഷ്ടകാലം. ദ റെയിൻ ഓഫ് ടെറർ ആരംഭിക്കുകയാണ്. എന്താരംഭിക്കുകയാണ്? ദ റെയിൻ ഓഫ് ടെറർ ആരംഭിക്കുകയാണ്. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എന്താ കിടക്കുന്നതെന്ന് നോക്കാം. റെയിൻ ഓഫ് ടെറർ തുടങ്ങുകയാണ്. എന്താ റെയിൻ ഓഫ് ടെറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയോ, ഡാൻറ്റൺ, ഹെർബർട്ട്, മറാട്ട്, അതുപോലെ റോബർട്ട്സ്പിയർ. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ആളെന്ന് പറയുന്നത് ഈ റോബർട്ട്സ്പിയർ ആണ്. ഓക്കെ, ഈ പറയുന്ന മാക്സിമിലിയൻ റോബർട്ട്സ്പിയർ എന്ന് പറയുന്ന ആൾ, ഇവന്മാരെല്ലാം ഈ പറയുന്ന ജാക്കോബിയൻ ടീമിലുള്ള ആൾക്കാരാണ്. ഇവർ പറയുകയാണ് എന്താണ്? നോക്കിയേ, രാജ്യത്തിൻ്റെ അവസ്ഥ പരിങ്ങലാണ്, ഏത് നിമിഷവും ഒരു അടിയുണ്ടാവും. അപ്പോൾ എന്ത് വേണം? ഒരു കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി ആവശ്യമാണ്. എന്ത് വേണം? ഒരു കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി ആവശ്യമാണ്. ഈ കമ്മിറ്റി ആ രാജ്യത്ത് കുറച്ച് നിയമങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അതായത് ഇവർക്കിഷ്ടമില്ലാത്ത രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അവിടെയുള്ള നൊബിലിറ്റി, അവിടെയുള്ള പുരോഹിതന്മാർ, പ്ലസ് ഇവരുടെ എതിർ ടീം ഉണ്ടായിരുന്നല്ലോ, ആദ്യം ഉണ്ടായിരുന്ന സാധാരണ കുറച്ച് ഈ പറഞ്ഞ മെയിൻ ആൾക്കാർ, ഇവന്മാരെ എല്ലാത്തിനെയും എന്ത് ചെയ്യാൻ തുടങ്ങി? രാജ്യദ്രോഹ കുറ്റവും പറഞ്ഞുകൊണ്ട് ഇവർ രാജാവിൻ്റെ ആൾക്കാരാണ്, ഇവർ പുറത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവന്മാരെ എന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങോട്ട് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പോയവനെ വന്നവനെ കണ്ണിന് പിടിക്കാത്തവന്മാരെ എല്ലാം എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. പണ്ട് രാജാവ് നടത്തിയതിനേക്കാളും മെനക്കെട്ട പരിപാടിയാണ് ആര് കാണിച്ചത്? ഈ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി ആരുടെ ലീഡർഷിപ്പിൽ? റോബർട്ട്സ്പിയറിൻ്റെ ലീഡർഷിപ്പിൽ അരങ്ങേറുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവർ ആയിരക്കണക്കിന് ആൾക്കാരെ എന്ത് ചെയ്യുന്നു? ഈ ഗില്ലറ്റിൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒരു ബ്ലേഡ് പോലത്തെ സാധനം. അതാ കണ്ടോ, ഇതൊരു ബ്ലേഡാണ്. ഈ ബ്ലേഡിൻ്റെ മുകളിൽ നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ചരട് കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ആൾക്കാരെ എന്ത് ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെ വെച്ചേക്കും. അതായത് ഇതുപോലത്തെ ഒരു ബോർഡ് ഉണ്ടാവും, ഈ ബോർഡിൻ്റെ നടുക്ക് ഒരു ഓട്ട ഉണ്ടാവും. ഈ ഓട്ടയിൽ ഇത് ഇവിടെ വെച്ച് തുറക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? ആളുടെ കഴുത്ത് ഇവിടെ വെച്ചിട്ട് ഈ വാൾ ഇവിടെ ഇങ്ങനെ മുകളിലിരിക്കും. പ്ലസ് മുകളിൽ ഒരു വെയിറ്റ് ഉണ്ടാവും. കയർ വിടുമ്പോൾ എന്ത് പറ്റും? ഇത് ചേന്ന് വന്ന് വീഴുന്നു, കഴുത്ത് കട്ടാവുന്നു, മരണം സുനിശ്ചിത, പെട്ടെന്ന് ആൾക്കാരെ കൊല്ലാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ഗില്ലറ്റിനെ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? പോണവനെ വരണവനെയൊക്കെ കൊല്ലാൻ തുടങ്ങി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും, സെപ്റ്റംബർ മാസക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, 1500 people were killed on the streets of the Paris. അതായത് ജയിലിൽ പിടിച്ച് ജയിലുകളൊക്കെ നിറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ റോബർട്ട്സ്പിയറിൻ്റെ ടീം എന്ത് പറഞ്ഞു? എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, എന്ത് ചെയ്യുക? പബ്ലിക് റോഡിൽ വെച്ച് അവന്മാർ എന്ത് ചെയ്യുക? അങ്ങോട്ട് കൊല്ലുക. അതായത് എന്ത് ചെയ്തു? ഈ പറയുന്ന ഫ്രാൻസിൻ്റെ തെരുവിൽ വെച്ച് 1500 ആൾക്കാരെ സെപ്റ്റംബർ മാസത്തിൽ എന്ത് ചെയ്തു? കൊന്നൊടുക്കി. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? സെപ്റ്റംബർ മാസക്കർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ 1793 തൊട്ട് 1794 വരെയുള്ളൊരു കാലഘട്ടം, 1793 തൊട്ട് ഈ 1794 വരെയുള്ളൊരു കാലഘട്ടം ഫ്രാൻസിൽ ഈ പറയുന്ന ജാക്കോബിയൻ ടീമുകളുടെ അങ്ങോട്ട് അവരെ വാഴ്ചയായിരുന്നു. അവരെന്ത് ചെയ്തു? പോയവനെയും വരുന്നവനെയും കണ്ടവനെയും പോയവനെയൊക്കെ എന്ത് ചെയ്തു? അങ്ങോട്ട് തട്ടി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെയിൻ ഓഫ് ടെറർ എന്ന് വിളിക്കുന്നത്. റെയിൻ ഓഫ് ടെറർ എന്ന് വിളിക്കുന്നത്. നോക്കിയോ, ഇനി ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റിലോട്ട് വരാം.
1792 പുതിയൊരു ഗവൺമെൻറ് വരുന്നു. കാരണം മനസ്സിലായി കാണുമല്ലോ, രാജാവ് പുറത്തുനിന്ന് ടീമിനെ ഇറക്കുന്നു, മനസ്സിലായി. സോ രാജാവിനെ പിടിച്ചടക്കുന്നു എന്ന് പറ്റുന്നു. ഇതിനെ നാഷണൽ കൺവെൻഷൻ എന്ന് വിളിച്ചു. ഇവരെന്ത് വിളിച്ചു? നാഷണൽ കൺവെൻഷൻ എന്ന് വിളിച്ചു. ജേക്കോബിയൻ ടീമിൻ്റെ അധികാരം. നാഷണൽ അസംബ്ലി മാറുന്നു, നാഷണൽ കൺവെൻഷൻ വരുന്നു. ഓക്കെ, നാഷണൽ അസംബ്ലി മാറി നാഷണൽ കൺവെൻഷൻ വരുന്നു. അതായത് ആദ്യത്തെ ഭരണകൂടം ഇപ്പോൾ ഒരു BJP മാറി കോൺഗ്രസ് വരുന്നോ, കോൺഗ്രസ് മാറി BJP വരുന്നോ പോലെ നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ, നാഷണൽ അസംബ്ലി ഡിക്ലെയർ ചെയ്യുന്നു എന്താണ്? ഫ്രാൻസ് എന്ന് പറയുന്ന റിപ്പബ്ലിക്കാണെന്ന് പ്രഖ്യാപിക്കുന്നു. ലൂയി 16 കൊല്ലുന്നു. അങ്ങനെ ജാക്കോബിയൻസ്, കാരണം ഇതൊക്കെ ചുമ്മാ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ജിറോണ്ടിസ്റ്റും ജാക്കോബിയൻസും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ജാക്കോബിയൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ടീം, ജിറോണ്ടിസ്റ്റ് എന്ന് പറയുന്നതിന് മുമ്പുള്ള ടീം, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? ഫ്രാൻസിൻ്റെ കൺട്രോൾ പിടിച്ചെടുക്കുന്നു. ഓക്കെ, അങ്ങനെ റിപ്പബ്ലിക് എന്ന് പ്രഖ്യാപിക്കുന്നു. ഈ സമയത്താണ് വിദേശത്ത് നിന്നുള്ള ബ്രിട്ടൻ, ഓസ്ട്രിയ, റഷ്യയൊക്കെ ഫ്രാൻസിനെ എന്ത് ചെയ്യുന്നത്? അറ്റാക്ക് ചെയ്യുന്നത്. കാരണം എന്താ? ഇവിടുത്തെ രാജാവിനെ കളഞ്ഞാൽ ഞങ്ങൾക്ക് മണി കിട്ടുമെന്ന് വെച്ചാൽ അവരൊക്കെ എന്ത് ചെയ്തു? ഫ്രാൻസിനോടെതിരായിട്ട് വരുന്നു. അങ്ങനെ ഇതിനെതിരെക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി കൊണ്ടുവരുന്നു. ഇവരെന്ത് ചെയ്യുന്നു? റെയിൻ ഓഫ് ടെറർ ബീയിങ് ഇൻ പാരീസ്. ഇതോടുകൂടി എന്ത് പറ്റുന്നു? ഒരു റെയിൻ ഓഫ് ടെറർ അവിടെ എന്ത് ചെയ്യുന്നു? സംഭവിക്കുന്നു. അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിറ്റി എന്ന് പറയുന്നത് ഡാൻറ്റൺ, ഹെർബർട്ട്, മറാട്ട്, റോബിസ്പിയർ, ഈ പറയുന്ന എല്ലാണോ അതായതാണ് അങ്ങനെ റോബിസ്പിയർ എന്ന് പറയുന്ന മെയിൻ വിഷയക്കാരാണ്. അങ്ങനെ എന്ത് പറ്റി? അവർ തോന്നിവാസം നടത്തി. Thousands of people, including the nobles, priests and supporters of the king, were branded traitors and imprisoned. അല്ല, ഇവരെല്ലാം എന്താണ്? രാജ്യദ്രോഹികളെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം പിടിച്ചകത്തിടാനായിട്ട് തുടങ്ങി. When the prisons overcrowded, prison എന്ന് പറയുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അവരെന്ത് ചെയ്തു? 1500 ആൾക്കാർ എന്ത് ചെയ്യുന്നു? സ്ട്രീറ്റ് ഓഫ് പാരീസ് വെച്ച് സെപ്റ്റംബറിൽ കൊല്ലുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ദ ഇൻഫേമസ് സെപ്റ്റംബർ മാസേക്കർ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഐക്യലറ്റിന് എന്ത് ആളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ്. പക്ഷേ എന്ത് പറ്റി? അവസാനം ഇവന്മാരുടെ ഈ പറയുന്ന തേർവാഴ്ച എന്ത് ചെയ്തു? അവസാനിക്കുന്നു. അവസാനം എന്ത് പറ്റുന്നു? ഇവന്മാരെ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇതേ ജില്ലറ്റിന് വെച്ച് തന്നെ കൊല്ലുന്നു. റോബർട്ട്സ്പിയറിനെ കൊല്ലുന്നു. ഈ പറയുന്ന മറാഠിനെയൊക്കെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? കുത്തിക്കൊല്ലുകയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പെങ്കൊച്ചു വന്ന് കുത്തിക്കൊല്ലുകയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, കഥ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഈ പറയുന്ന റെയിൻ ഓഫ് ടെറർ എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. ഇവരെന്ത് ചെയ്യുന്നു? ഈ സമയത്ത് തന്നെ ഇവരൊരു പുതിയ കലണ്ടർ, ഈ പറയുന്ന എന്താണ് നമ്മുടെ പുതിയ അധികാരത്തിൽ വന്ന ടീംസ് ഉണ്ടല്ലോ, നാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്നത്, പുതിയൊരു കലണ്ടറും എന്ത് ചെയ്യുന്നു? അഡോപ്റ്റ് ചെയ്യുന്നു. ഇവരെന്ത് ചെയ്യുന്നു? ഒരു പുതിയ കലണ്ടറും അഡോപ്റ്റ് ചെയ്യുന്നു. ഈ പറയുന്ന 1793 എന്ത് ചെയ്യുന്നു? ഗ്രിഗോറിയൻ കലണ്ടറാണ് മുമ്പ് ഉണ്ടായിരുന്നത്, അതിന് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? പുതിയൊരു കലണ്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് 22 സെപ്റ്റംബർ. ഓക്കെ, ഫ്രാൻസ് ബിക്കം റിപ്പബ്ലിക് ആവുന്ന 22 സെപ്റ്റംബർ 79. ഇതൊന്ന് പഠിക്കേണ്ട കണ്ടോ, അഡീഷണൽ പോയിന്റ്. അതുകൊണ്ടാണ് ഞാൻ വർഷങ്ങളോടെ മെൻഷൻ ചെയ്യാതെ പോകുന്നത്. അങ്ങനെ റെയിൻ ഓഫ് ടെറർ നടക്കുന്ന കാലം തീർന്നു. ബോറടിക്കേണ്ട, 2 പോയിന്റ് കൂടി പറഞ്ഞു നിർത്താം. അപ്പോൾ റെയിൻ ഓഫ് ടെറർ നടക്കുന്ന കാലം. അപ്പോൾ ഇവന്മാരെ പിടിച്ചു കൊന്നു. അപ്പോൾ പുതിയ അധികാരം വേണ്ടേ? അങ്ങനെ ഈ പറയുന്ന എന്താണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പറയുന്ന നാഷണൽ കൺവെൻഷൻ, അപ്പോൾ നാഷണൽ അസംബ്ലി ആയിരുന്നു ബാസ്റ്റൽ കോട്ട പൊളിച്ചു കഴിഞ്ഞപ്പോൾ അധികാരത്തിൽ വരുന്നത്. ഒരു പാർട്ടിയുടെ പേര് പോലും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് 92 പുതിയൊരു പാർട്ടി വരുന്നു, നാഷണൽ കൺവെൻഷൻ. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന വർഷമാകുമ്പോഴത്തേക്കും എപ്പോൾ 95 കാലഘട്ടമായപ്പോഴത്തേക്കും പുതിയൊരു പാർട്ടി വരുന്നു. അതിൻ്റെ പേരാണെന്ത്? ദ ഡയറക്ടറി. ഓക്കെ, എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ബീയിങ് ഇൻ ഫ്രാൻസ് ഇൻ 1975. അവർ പുതിയ കോൺസ്റ്റിറ്റ്യൂഷനും കൊണ്ടുവരുന്നു. ഒരു 5 മെമ്പർ ഗവൺമെൻറ് അവിടെ രൂപപ്പെടുന്നു. അതിൻ്റെ പേരാണ് എന്ത്? ഡയറക്ടറി. എന്താണ് അതിനെ എന്ത് വിളിക്കുന്നത്? ഡയറക്ടറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, വിത്ത് ദ എൻഡ് ഓഫ് ദ റെയിൻ ഓഫ് ടെറർ എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ബീയിങ് ഇൻ ഫ്രാൻസ് ബേസ്ഡ് ഓൺ ദ ന്യൂ കമ്മിറ്റി. ഒരു 5 മെമ്പർ ഗ്രൂപ്പ് വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ പറയുന്ന ഡയറക്ടറി എന്ന് വിളിക്കുന്നത്. പക്ഷേ പ്രശ്നം ഇവിടെ എന്തായിരുന്നു? മൊത്തം അഴിമതിയായിരുന്നു. ആദ്യമുള്ളവന്മാർ മര്യാദ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ രാജാവ് അഹങ്കാരം കാണിച്ചു. അപ്പോൾ രാജാവിനെ മാറ്റിയിട്ട് വന്ന രണ്ടാമത്തെ ടീം എന്ത് ചെയ്തു? ജനങ്ങളെ മൊത്തം പുറത്ത് മുട്ടിച്ചു. അപ്പോൾ മൂന്നാമത് വന്നവന്മാർ എന്ത് പറ്റി? ജനങ്ങളെ ഒന്നും പ്രതിമുട്ടിട്ട് മൊത്തം കറപ്ഷനും മിസ്മാനേജ്മെൻറ്റും ആയിരുന്നു. അങ്ങനെ എന്ത് പറ്റി? ഈ ഗവൺമെൻറ് ഫെയിലാവുകയാണ്. ഈ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്? ഫെയിലാവുകയാണ്. ഓക്കെ, ദിസ് വാസ് എ വീക്ക് ആൻഡ് കറപ്റ്റഡ് ഗവൺമെൻറ് ലീഡിങ് ടു ഇൻസ്റ്റെബിലിറ്റി ആൻഡ് പബ്ലിക് ഡിസാറ്റിസ്ഫാക്ഷൻ. ജനങ്ങൾ പുറത്തുമുട്ടി സഹിക്കാൻ വയ്യ. ജനങ്ങൾ പറയാൻ തുടങ്ങി എന്താണ് ഇതിനേക്കാളും പണ്ടത്തെ രാജാവ് തന്നെ മതിയായിരുന്നു, അയാൾ ഇതിനേക്കാളും മെച്ചപ്പെട്ടൊരുത്തനായിരുന്നു. അങ്ങനെ കറപ്ഷനും മിസ്മാനേജ്മെൻറ്റ് കാരണം ഈ പറയുന്നത് എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. ഓക്കെ, കോൺസിക്വൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ കൂടി ഞാൻ ഇന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ആരംഭിക്കുന്നത്? നെപ്പോളിയൻ വരുന്നത്. അതായത് ഈ പറയുന്ന 79 കഴിഞ്ഞ് 1790 79 അവസാനമാകുമ്പോഴാണ് ആര് വരുന്നത്? നെപ്പോളിയൻ വരുന്നത്. അതായത് കണ്ടു, ഈ നെപ്പോളിയൻ ചെറിയൊരു മനുഷ്യനാണ്, പക്ഷേ ഫ്രാൻസ് മൊത്തം പിടിച്ചടക്കിയ കിടിലമാണ്. അപ്പോൾ നെപ്പോളിയൻ വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് കോൺസിക്വൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ നമുക്ക് നോക്കാം. ഇത്രയും ഇങ്ങനെ പാരഗ്രാഫ് വായിച്ച് ബോറടിക്കാതെ ഞാൻ അതിനെ കുറച്ച് 6 പോയിന്റുകൾ ചുരുക്കിയിട്ടുണ്ട്. പറഞ്ഞുതരാം എന്തൊക്കെയാണ്. ഒന്ന്,
ഫ്രഞ്ച് റവല്യൂഷൻ കാരണം എന്തൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. ഫ്രഞ്ച് റവല്യൂഷൻ കാരണം എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പോയിന്റ് ഫ്യൂഡലിസം അവസാനിച്ചു. നമുക്ക് തന്നെ എഴുതാം അല്ലെ, ഫ്യൂഡലിസം എന്ത് ചെയ്തു, അവസാനിച്ചു. അതായത് ഫ്യൂഡൽ സിസ്റ്റം, ഈ രാജാവ് എന്ന് പറയുന്ന സിസ്റ്റം അവസാനിച്ചു. നൊബിലിറ്റിക്കും ക്ലർക്കിക്കും ഉണ്ടായിരുന്ന സ്പെഷ്യൽ പ്രിവിലേജുകൾ അവസാനിച്ചു. പള്ളിക്കും നൊബിലിറ്റിക്കും കൊടുത്തിരുന്ന പ്രധാനപ്പെട്ട ലാൻഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അത് പിടിച്ചെടുത്തു. അത് ആർക്ക് കൊടുത്തു, അത് ഗവൺമെൻറ്റിന് കൊടുത്തു. പഴയ നിയമങ്ങൾ എന്ത് ചെയ്തു, മാറ്റി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു, പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. എക്കണോമിക് റിഫോംസ് കൊണ്ടുവരുന്നു. അതായത് മെട്രിക് സിസ്റ്റം അല്ലേ, എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് മാർക്കറ്റ് കൺട്രോൾ മെട്രിക് സിസ്റ്റം രാജ്യത്ത് എല്ലായിടത്തും ഒരേ അളവ് തൂക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഈ റീജിയണൽ ഡിഫറൻസസ് അല്ലെ, ഓരോടത്ത് ഓരോ തൂക്കം, ഒരിടത്ത് 1 കിലോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അങ്ങനെ സ്റ്റാൻഡേർഡായത് നമ്മൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിലുള്ള പോലെ 1 കിലോ അങ്ങനെ സാധനങ്ങളൊക്കെ തുല്യമായിട്ട് തൂക്കി വിൽക്കാനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഇനി പ്രധാനപ്പെട്ട പോയിന്റ് റൈസ് ഓഫ് മോഡേൺ നാഷണലിസം എന്നൊരു കാര്യം വന്നു. അതായത് രാജ്യമെന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു രാജാവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, അതെന്താണ്, അതൊരു സ്ഥലമാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളാണെന്നുള്ളൊരു കാര്യം എന്ത് ചെയ്തു എന്നൊരു കോൺസെപ്റ്റ് ആൾക്കാരുടെ ഉള്ളിലേക്ക് വന്നു. നോക്കിയേ, ദ റെവല്യൂഷൻ ഗീവ് ബർത്ത് ടു ദ കോൺസെപ്റ്റ് ഓഫ് നാഷണൽഹുഡ് ബേസ്ഡ് ഓൺ പീപ്പിൾ നോട്ട് മൊണാർക്കി. രാജ്യമെന്ന് പറഞ്ഞാൽ അത് രാജാവല്ല, അത് ജനങ്ങളാണ്. ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ അത് ഫ്രാൻസിലെ രാജാവല്ല, അത് ഫ്രാൻസിലെ ജനങ്ങളാണ് എന്നുള്ളൊരു കാര്യം വന്നു. ഫ്രാൻസ് കെയിം ടു സീൻ എസ് എ നാഷൻ ഓഫ് സിറ്റിസൺസ് നോട്ട് ജസ്റ്റ് എ ടെറിട്ടറി റൂൾഡ് ബൈ ദ കിങ്. അല്ലേ, ഫ്രാൻസ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, ആൾക്കാർക്കുള്ള ഒരു ദേശ സ്നേഹം ഉടലെടുത്തു. നമ്മളിപ്പോൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാവരും നമുക്കറിയാവോ, ഇന്ത്യയിലുള്ള എത്ര സത്യം, നിങ്ങൾക്ക് ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവോ. പക്ഷേ ഇല്ല, പക്ഷേ നമ്മൾ ഒരു ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ മറ്റൊരു രാജ്യമായിട്ട് യുദ്ധം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് നടക്കുമ്പോൾ നമുക്ക് ഇന്ത്യക്കാരെന്നൊരു ഫീൽ ഉള്ളിൽ വരാറുണ്ട് അല്ലേ. ആ ഫീൽ എന്നൊരു കാര്യം ആദ്യമായി വന്നു തുടങ്ങുന്നത് ഈ പറയുന്ന റെവല്യൂഷനിലൂടെയാണ്. അടുത്ത ഇവിടുത്തെ പ്രധാനപ്പെട്ട സാധനമാണ് ഡെമോക്രസി വന്നു. ജനങ്ങൾ എന്ന് പറയുന്നവർ രാജാവിന് അല്ലെങ്കിൽ അധികാരിയെ തീരുമാനിക്കുന്ന ഒരു കാര്യം വന്നു. ഇൻട്രൊഡ്യൂസ്ഡ് ഡെമോക്രാറ്റിക് ഐഡിയാസ് ബേസ്ഡ് ഓൺ ദ പോപ്പുലർ സോവറിനിറ്റി ബൈ റൂസോ. റൂസോ ഒക്കെ പറഞ്ഞതനുസരിച്ചുള്ള ഡെമോക്രസി വന്നു. അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾ ജനങ്ങളെ ഭരിക്കും. ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ മോഡേൺ ഡെമോക്രാറ്റിക് ഗവേണൻസ്. ഇതിങ്ങനെ പോയിൻ്റായിട്ട് പഠിച്ചു വെക്കുന്ന കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഉണ്ടായി. അതായത് പിൽക്കാലത്ത് ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ നടന്ന ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റുകളെ ഇത് എന്ത് ചെയ്തു, സ്വാധീനിച്ചു എന്ന് നമുക്ക് പറയാം. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ആശയം രാജ്യമെമ്പാടും പടരുന്നതും ഫ്രഞ്ച് റവല്യൂഷനിലൂടെയാണ്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ ഒരു പരാജയമായിരുന്നോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ അതുകൊണ്ടുണ്ടായ ഗുണങ്ങളെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. രാജാവിനെ മാറ്റിയിട്ട് വന്നവന്മാർ അതിനേക്കാളും മോശമാണെങ്കിലും കുറേ ഗുണങ്ങളും ഇവിടെ ഉണ്ടായി. അപ്പോൾ ഈ പറയുന്നതിനിടയ്ക്ക് അങ്ങനെ ഈ തകർന്നടിഞ്ഞു കിടക്കുന്ന ഫ്രാൻസിനെ കരകയറ്റാനെന്നും പറഞ്ഞ് വരുന്ന അണ്ണനാണ് ആര്, നെപ്പോളിയൻ എന്ന് പറയുന്നത്. ഐ ഫൗണ്ട് ദ ക്രൗൺ ഓഫ് ദ ഫ്രാൻസ് ഇൻ ദ ഗട്ടർ. ഐ പിക്ഡ് ഇറ്റ് അപ്പ് വിത്ത് ദ ടിപ്പ് ഓഫ് മൈ സോഡ് ആൻഡ് ക്ലീൻഡ് ഇറ്റ് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് ഓൺ മൈ ഓൺ ഹെഡ്. അതായത് ഫ്രാൻസിൻ്റെ ഈ പറയുന്ന ക്രൗൺ എന്ന് വെച്ചാൽ അവിടുത്തെ അധികാരം എന്ത് ചെയ്തു, ഓടയിൽ കിടക്കുന്നതായി ഞാൻ കണ്ടു. ഞാനതിനെ വാള് കൊണ്ടെടുത്ത് ക്ലീനാക്കി എൻ്റെ തലയിൽ വെച്ചു. എന്ന് വെച്ചാൽ ഇന്നത്തെ ഫ്രാൻസിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന റൂളെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ അത് മൊത്തം അഴുക്കണൽ നശിച്ചു. ഈ പറയുന്ന മിസ്മാനേജ്മെൻറ്റും അതുപോലെ തന്നെ കറപ്ഷനും ഒക്കെ ആയപ്പോൾ ആ രാജ്യം തകർന്നടിഞ്ഞു, നാശത്തിലോട്ടായി. ആ നശിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന് ഞാൻ എന്ത് ചെയ്തു, രക്ഷിച്ചു എന്ന് പറഞ്ഞ് വന്ന ആളാണ് നെപ്പോളിയൻ. അപ്പോൾ നെപ്പോളിയൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, നോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.